ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിക്കും ചോറ് എല്ലാവർക്കും ഉണ്ടാക്കാറാണതല്ലേന്ന്. അതിന് കാരണമുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പ്രഷർ കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ ചോറിന് ഒട്ടൽ കൂടില്ലേ, അവളുടെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ വീട്ടിൽ പ്രഷർ കുക്കറിലാണ് ചോറ് വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ആളെന്ന നിലയിൽ പറയുന്നതാണ്. ഇതുവരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ സാധാ കലത്തിലൊക്കെ ചോറ് വെച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഈ പ്രഷർ കുക്കറിൽ വെക്കുന്ന ചോറും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പ്രഷർ കുക്കറിൽ ചോറുണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ജയ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം റൈസ് നല്ലപോലെ കഴുകിയെടുക്കണം. അതിനുശേഷം വെള്ളം വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇപ്പോൾ പല അരിക്കും പല വേവാണ്. ഇപ്പോൾ ജയ ആണെങ്കിലും കുറുവി ആണെങ്കിലും ഞങ്ങൾ വെക്കണ കാരണം പറയണതാണ്. ജയ ആണെങ്കിലും കുറുവി ആണെങ്കിലും ഒരു വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ റൈസ് നല്ലപോലെ വാഷ് ചെയ്ത് വരണം. 3 പ്രാവശ്യമാണ് ഞാൻ കഴുകിയെടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ റൈസ് നല്ലപോലെ കഴുകി അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 8 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. സാധാരണ അങ്ങനെ ഇളക്കാറൊന്നുമില്ല. ഇതിപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 8 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞങ്ങൾ എടുക്കുന്ന അളവിന് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അറിയുന്നില്ല, വെള്ളത്തിൻ്റെ അളവ് അറിയണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വെള്ളം കൂടുതൽ വെച്ചിട്ട് വേവിക്കാനായിട്ട് നോക്കുക. എപ്പോഴും കുറവ് വെക്കരുത്. കുറവ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കും. അതിലണ്ടിരിക്കാനായിട്ട് വെള്ളം കൂടുതൽ വെച്ച് വേവിക്കുക കേട്ടോ. അതേപോലെ കുക്കറിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞാൽ വേഗം തന്നെ ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ റൈസ് വെന്ത് ചോറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ വേവിനുള്ള കറക്റ്റ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നോർമൽ വാട്ടർ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ചോറ് ഊറ്റിയെടുക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ തിളപ്പിച്ച വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുന്നവർക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ ചോറിൽ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കാറില്ല. അപ്പോൾ ഇതേപോലെ ചോറ് ഊറ്റിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ചോറ് ഊറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ചോറിൽ ഒട്ടലൊന്നുമില്ല, എന്നാൽ വേവ് കൂടിയിട്ടുമില്ല. കറക്റ്റ് പാകം വേവാണ് കേട്ടോ. ചെറിയൊരു നനവുണ്ട്, അത് നമ്മൾ ഊറ്റിയെടുത്തപ്പോൾ ആ വെള്ളത്തിൽ നിന്നുള്ള നനവ് തന്നെയാണ്. ഇതേപോലെയാണ് കേട്ടോ നമുക്ക് കുക്കറിൽ ചോറ് വെച്ചാൽ കിട്ടുക. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ചോറ് വയ്ക്കാം കേട്ടോ. ഏകദേശം പേർക്കൊക്കെ വെക്കാൻ അറിയുന്നത് എനിക്കറിയാം. ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ പറഞ്ഞത് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ കുക്കറിൽ ചോറ് വെച്ചിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഒട്ടലൊന്നും ഇല്ലാണ്ട് നമുക്ക് റൈസ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്താൽ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.